നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 12/6/2025 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില 50 പൈസയാണ് RSS 5 കൂടിയിരിക്കുന്നത്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 197 രൂപയും RSS 5 193 രൂപ 50 പൈസയും ISNL കിലോ 176ഉം ലാറ്റക്സ് 60% DRC ഉള്ളത് 141 രൂപ 60 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 197ഉം RSS 5 കിലോ 193 രൂപ 50 പൈസയുമാണ്. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 187ഉം ലോട്ട് 176 മുതൽ 181 രൂപയാണ്. ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ ഒട്ടുപാൽ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 130ഉം 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 97 രൂപ 50 പൈസയുമാണ്. വ്യാപാരി വില ലാറ്റക്സ് വർദ്ധിച്ചു. ഇനി വ്യാപാരി വില നോക്കുമ്പോൾ കോട്ടയം RSS 4 കിലോ 189ഉം RSS 5 കിലോ 185 രൂപ 50 പൈസയും ISNL 171 മുതൽ 171 രൂപ 50 പൈസയുമാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 മുതൽ 120 രൂപയാണ്. ഇന്നത്തെ വ്യാപാരി വിലയിൽ RSS 5 50 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. കവറിട്ട മരങ്ങൾ മിക്ക ആൾക്കാരും ഇന്ന് വെട്ടി, പക്ഷേ കവറിടാത്ത മരങ്ങൾ വെട്ടാതെ കിടക്കുകയാണ്. മഴയാണ് കാരണം. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 88 മുതൽ 90 രൂപയാണ്. വെളിച്ചെണ്ണ മില്ലിലെ ഒറിജിനൽ നാടൻ വെളിച്ചെണ്ണ ലിറ്ററിന് 400ഉം കൊക്കോ 400ഉം കശുവണ്ടി 116ഉം കൊപ്ര എടുത്തുപടി 214ഉമാണ്. കുരുമുളക് അൺഗാർബിൾഡ് കിലോ 669, കുരുമുളക് ഗാർബിൾഡ് 689ഉം പുതിയത് 659ഉമാണ്. അടയ്ക്ക പുതിയത് 350 400ഉം പഴയത് 360 420ഉം കാഞ്ഞിരക്കുരു 1850ഉം കയർ ഇഴക്കയർ 10ഉം കരിപ്പോട്ടി കയർ 10 മുതൽ 15 രൂപയാണ്. ജാതിക്ക തൊണ്ടോട് കൂടി 220ഉം ആണ്. ഈ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 1 ഗ്രാം 9020ഉം 1 പവൻ 72,160ഉമാണ്. അതേസമയം 24 ക്യാരറ്റ് 9840ഉം 1 പവൻ 78,720ഉമാണ്. ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില കേരളത്തിൽ. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇനി രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ 7000 കടന്ന് 24 മണിക്കൂറിനുള്ളിൽ 6 മരണമാണ് രേഖപ്പെടുത്തിയത്. 3 മരണം കേരളത്തിലും. മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. കർണാടകയിൽ 2ഉം മഹാരാഷ്ട്രയിൽ 1 മരണമാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ ഇപ്പോൾ 2223 ആക്റ്റീവ് കേസുകളുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 107 പേരാണ് കോവിഡ് ബാധിച്ചത്. തീവ്രത കുറവാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ കാണുന്നവർക്ക് RT-PCR നിർബന്ധമാക്കി. വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ വളരെ നന്ദി.